നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രകാരം എലിപ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നാം ഘട്ടമായി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത രീതികളിൽ എലിപ്സ് വരയ്ക്കുന്നുണ്ട്. ഫാബ്രിക്കേഷൻ ചെയ്യുകയാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. എന്ത് ഫാബ്രിക്കേഷൻ ചെയ്യണമെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഓപ്പറേഷനുകളിലൊന്ന്, സ്കിൽസിലൊന്ന് മാർക്കിംഗ് ആണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, വരയ്ക്കാൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൽ പലതരത്തിലുള്ള രീതികളിൽ എലിപ്സ് വരയ്ക്കുന്നതിലെ ഒരു രീതി വരയ്ക്കുകയാണ്, ഒന്നാം ഘട്ടം. അടുത്ത ഘട്ടം ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് വിശകലനം ചെയ്യുകയാണ്. അത് യഥാർത്ഥ എലിപ്സുമായി പരിപൂർണമായും ബന്ധപ്പെട്ടതാണോ എന്ന്. എന്താണ് പരിപൂർണമായ എലിപ്സ് എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലോ മറ്റേതോ എപ്പിസോഡിലോ, ഒരുപക്ഷെ മലയാളമല്ലെങ്കിൽ ഇംഗ്ലീഷ് എപ്പിസോഡിലോ ഹിന്ദി എപ്പിസോഡിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇവിടെ നോക്കുക, ഇത് ഒരു റൗണ്ട് സിലിണ്ടർ ആണെന്ന് അതിന്റെ ഫ്രണ്ട് വ്യൂവും പ്ലാനും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റൗണ്ട് ഷേപ്പിലുള്ള ഇത്രയും ഉയരമുള്ളൊരു ജോബാണ്. ഈ ജോബ് താഴെ റൗണ്ട്, മുകളിൽ റൗണ്ട്. ഈ വൃത്താകൃതിയിലുള്ള ഇത്രയും ഉയരമുള്ള ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത ജോബിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിക്കുകയാണെന്ന് കരുതുക. ഏതെങ്കിലും ഒരു ഡിഗ്രി മുറിച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ അതിന്റെ ആകൃതി എന്തായിരിക്കും? അതൊരിക്കലും വൃത്താകൃതി ആയിരിക്കില്ല, അണ്ഡാകൃതിയായിരിക്കും. ഈ സിലിണ്ടറിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ആകൃതി വൃത്താകൃതിയായിരിക്കും. ഈ സിലിണ്ടറിനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ആകൃതി വൃത്താകൃതിയായിരിക്കും. എന്നാൽ ഇങ്ങനെ ചരിഞ്ഞ രീതിയിൽ മുറിച്ചുകൊണ്ട് ഈ വൃത്തത്തെ ഏത് ഡിഗ്രിയിൽ മുറിച്ചോ അതിന് ലംബമായി നിന്നുകൊണ്ട്, അതിന് 90 ഡിഗ്രിയിൽ മാറി നിന്നുകൊണ്ട് നോക്കുമ്പോൾ, അതായത് ഞാൻ ഈ പെൻസിൽ കൊണ്ട് ഇങ്ങോട്ട് കാണിക്കുന്ന ദിശയിലേക്ക് നോക്കുമ്പോൾ, അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ ദിശയിൽ നമ്മൾ മുറിച്ചു, അതിനുശേഷം ഇതിന് ലംബമായിക്കൊണ്ട് 90 ഡിഗ്രിയിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ നാം ഒരിക്കലും വൃത്താകൃതിയായിരിക്കില്ല കാണുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ വൃത്താകൃതിയായിരിക്കും, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വൃത്താകൃതിയായിരിക്കും. എന്നാൽ ചരിഞ്ഞ കോണിൽ നിന്ന് ഈ മുറിച്ച ജോബിനെ നോക്കുമ്പോൾ അതിന് അണ്ഡാകൃതിയായിരിക്കും, ഏകദേശം അണ്ഡാകൃതിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥ എലിപ്സിന്റെ രൂപം ഇങ്ങനെയാണ്. ഇപ്രകാരം ഒരു വൃത്താകൃതിയിലുള്ള ഒരു സിലിണ്ടറിനെ നിശ്ചിത ഡിഗ്രിയിൽ മുറിച്ചു കഴിഞ്ഞ് മുറിച്ച ഡിഗ്രി ഏതാണോ അതിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, ദൃശ്യമാണ് യഥാർത്ഥ എലിപ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒന്നാമത്തെ ഘട്ടം ഇന്ന് പഠിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ ഇന്ന് പോകുന്നത് പല രീതികളിൽ, ഒരു രീതിയിൽ പഠിക്കാൻ പോകുന്നത് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മേജർ ആക്സിസും മൈനർ ആക്സിസും ഉപയോഗിച്ചുകൊണ്ട് ഒരു എലിപ്സ് വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏവർക്കും സ്വാഗതം. മൈനർ ആക്സിസ് 60 mm എന്നാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ആക്കാം. മേജർ ആക്സിസ് 100 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു എലിപ്സിന് 2 ഡയമീറ്ററുകൾ ഉണ്ടാവും. കൂടിയ ഡയമീറ്റർ, അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ കൂടിയ ഡയമീറ്റർ ഉള്ളതിനെയാണ്
ഈ കൂടിയ ദൂരത്തെയാണ് നമ്മൾ മേജർ ആക്സിസ് അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. കുറഞ്ഞ ദൂരം ഒരിടത്ത് വരുന്നുണ്ട്, അതിന് നമ്മൾ മൈനർ ആക്സിസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ നാം പഠിച്ചു തുടങ്ങിയാണ്. ഇന്ന് നമ്മൾ മൈനർ ആക്സിസ് 60 mm മേജർ ആക്സിസ് 100 mm. അപ്പൊ അതിനെന്ത് ചെയ്യണം? അപ്രകാരമുള്ള 2 റൗണ്ടുകൾ വരയ്ക്കുകയാണ്. മൈനർ ആക്സിസ് 60 പറഞ്ഞ സ്ഥിതിക്ക് 60 ഡയമീറ്ററുള്ള ഒരു വൃത്തം നാം വരച്ചു, ഒരു പോയിന്റിൽ കുത്തിക്കൊണ്ട്. ഞാൻ വരയ്ക്കുന്നത് മുഴുവൻ കൈകൊണ്ട് റഫ് സ്കെച്ച് വരയ്ക്കുകയാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായ കോമ്പസ് ഉപയോഗിച്ച് അതിൻ്റെതായ സ്കെയിലിൽ തന്നെ വരച്ചാൽ മാത്രമേ നിങ്ങളുടെ പഠനം പൂർത്തിയാകുകയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ മേജർ ഡയമീറ്റർ 60 വരച്ച്, മൈനർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്റർ, ചെറിയ വ്യാസം, ചെറിയ ആക്സിസ് 60 എന്ന് പറഞ്ഞിരിക്കുന്നത്, ചെറിയ ഡയമീറ്റർ 60 ആണ്. അത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് മേജർ ആക്സിസ്, അതായത് മേജർ ഡയമീറ്റർ വരയ്ക്കുകയാണ്. അത് 100 mm ആണ് കൊടുത്തിരിക്കുന്നത്. 100 mm ഒരു മേജർ ഡയമീറ്റർ വരച്ചു. ഇനി അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വൃത്തത്തെ തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുക. അത് എത്ര ഭാഗമായിട്ട് ഭാഗിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഭാഗിക്കാൻ പോകുന്നത് 12 ഭാഗങ്ങളായിട്ടാണ്. നമുക്ക് ഭാഗിക്കാം. ഞാനിവിടെ മൈനർ ഡയമീറ്റർ 60-നെ, അതുപോലെ മേജർ ഡയമീറ്ററിന് 60-നെ ഒരൊറ്റ ക്രോസ് ലൈൻ ഉപയോഗിച്ച് 12 വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അത് നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ കോമ്പസ് ഉപയോഗിച്ചോ 12 ഭാഗിക്കാം, ഇതുപോലെ വരയ്ക്കാം. അപ്പൊ മേജർ ഡയമീറ്ററിൽ ഭാഗിക്കുന്നതാണ് നല്ലത്. അത് എന്തുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ലൈനുകൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചെയ്യുമ്പോൾ നമുക്ക് മൈനർ ഡയമീറ്ററിനെ 12 ഭാഗിച്ചിട്ട് ലൈനുകൾ സെന്റർ പോയിന്റിൽ നിന്ന് വരയ്ക്കാം. മേജർ ഡയമീറ്ററിനെ 12 ഭാഗിച്ചിട്ട് മധ്യ ബിന്ദുവിൽ നിന്ന് 12 ലൈനുകൾ വരയ്ക്കാം. ഏതിലായിരിക്കും ആക്യുറസി? ഒരിക്കലും മൈനർ ഡയമീറ്ററിൽ നിന്ന് 12 വിഭജിച്ചുകൊണ്ട് ലൈൻ വരയ്ക്കുന്നതിൽ ആയിരിക്കില്ല. അതുകൊണ്ട് കാരണം എന്താണ്? വളരെ ചെറിയ പോയിന്റിൽ നിന്ന് നീണ്ട പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് 1ന്റെ ആക്യുറസി നഷ്ടപ്പെട്ടാൽ, കൃത്യം നഷ്ടപ്പെട്ടാൽ, ഇവിടെ എത്തുമ്പോൾ അത് വളരെ വലിയ നഷ്ടമായി മാറും. നേരെ മറിച്ച് ഈ വലിയ ഡയമീറ്ററിൽ പോയിന്റ് 1ന്റെ ആക്യുറസി നഷ്ടപ്പെട്ടാൽ പോലും ഇവയ്ക്കിടയിലൂടെ പോകുന്ന ദൂരത്തിന്റെ ഈ ഭാഗത്തുള്ള നഷ്ടം ഒരിക്കലും പോയിന്റ് 1 പോലും ആവുകയില്ല. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെയാണ് നമുക്ക് ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അതായത് എക്സിറ്റ് പോൾ എങ്ങനെയാണ് പ്രവചിക്കുന്നത്? ഇലക്ഷൻ റിസൾട്ട്, ഇലക്ഷൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ആ നിമിഷം അവരോട് ചോദിച്ച് അതിന് ഉത്തരം കിട്ടുകയാണ്. അത് പരിപൂർണമായിട്ടും കറക്റ്റ് അല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷക്കണക്കിന് പേര് വോട്ട് ചെയ്യുന്നു, പക്ഷേ അതിൽ നിന്ന് 10% പേരോടോ അല്ലെങ്കിൽ 1% പേരോട് മാത്രം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ റൗണ്ടിൽ നിന്ന്, ചെറിയ ലൈനിൽ നിന്ന് ചോദ്യം ചോദിച്ച് വലിയ ലൈനിന്റെ ഉത്തരം, വലിയ ജനങ്ങളുടെ ഉത്തരം കിട്ടാൻ ശ്രമിക്കുന്നു. അത്രയ്ക്ക് കൃത്യമായി കിട്ടുന്നില്ല, എന്നാലും കിട്ടും. ഒരു
ഏകദേശ രൂപത്തിൽ ശരിയാവുന്നുണ്ട് എക്സിറ്റ് പോളുകൾ. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ചെറിയ ലൈനിനെ 12 വിഭജിച്ചുകൊണ്ട് വലിയ ലൈനിലെത്തുമ്പോഴേക്കും ഇവിടെ 0.1 വ്യത്യാസം വന്നാൽ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ അകലം ഒരു കോണിലാണ് പോകുന്നത്. ഇങ്ങോട്ട് എത്ര ദൂരത്തേക്ക് പോകുന്നുവോ അകലം കൂടിക്കൂടിയേ വരികയുള്ളൂ ഈ ഇരുപ്പ് തമ്മിലുള്ള. അതുകൊണ്ട് എപ്പോഴും മേജർ ഡയമീറ്ററിൽ നിന്ന് മധ്യബിന്ദുവിലേക്ക് രേഖ വരച്ചു കഴിഞ്ഞാൽ അതിൽ ഔട്ടുണ്ടായാൽ പോലും, അതിൽ വ്യത്യാസമുണ്ടായാൽ പോലും മൈനർ ഡയമീറ്ററിലുള്ള വ്യത്യാസം അതിന്റെ കൃത്യം പകുതിയായോ അതിന്റെ പകുതിയായോ ഒക്കെ കുറയും. ഓക്കെ, നമ്മുടെ വിഷയവുമായി ഇപ്പോൾ അത് ബന്ധപ്പെട്ടതല്ല, നമ്മൾ എലിപ്സ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മളപ്പോ കൃത്യതയ്ക്ക് വേണ്ടി വലിയ വൃത്തത്തെ 12 വിഭജിച്ചു. ആ 12 വിഭജനങ്ങളിൽ നിന്നും മധ്യബിന്ദുവിലൂടെ മറ്റേ അറ്റം വരെ പോകുന്ന 12 ലൈനുകൾ വരച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എലിപ്സ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലൈനിൽ നിന്നും മേജർ ഡയമീറ്ററിലെ ഓരോ പോയിന്റിൽ നിന്നും കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റിൽ നിന്നും വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് ലൈനുകൾ വൃത്തത്തിനുള്ളിലേക്ക് വരയ്ക്കുക. ഞാൻ എന്താണ് വൃത്തത്തിനുള്ളിലേക്ക് എന്ന് പറയാൻ കാര്യം, ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുന്നു, വൃത്തത്തിനുള്ളിലോട്ടാണ്. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ വൃത്തത്തിനുള്ളിലേക്ക്. ഇവിടെ നിന്നും അപ്രകാരം തന്നെ, ഇവിടെ നിന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോഴും അപ്രകാരം തന്നെ, ഇവിടെ നിന്ന് വരയ്ക്കുമ്പോഴും അപ്രകാരം തന്നെ ലംബമായ ലൈനുകൾ. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ വൃത്തത്തിനുള്ളിലേക്കാകണമെങ്കിൽ താഴോട്ട് വരയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞത് വൃത്തത്തിനുള്ളിലേക്ക് എന്നുള്ള വാക്കുപയോഗിച്ചത്. അപ്പോ ഓർത്തിരിക്കുക, വലിയ വൃത്തത്തെ 12 വിഭജിച്ചു. ആ വലിയ വൃത്തത്തിൽ 12 ലൈനുകൾ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് ലംബമായിട്ട് വൃത്തത്തിനുള്ളിലേക്ക് ലൈനുകൾ വരച്ചു. അതാണ് ഞാൻ ഇനി കാണിക്കുന്നത്. മേജർ ഡയമീറ്റർ 100 ഉണ്ട്. കൈകൊണ്ട് വരച്ചതാണ്, റഫ് സ്കെച്ചാണ്. നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കണം. പഠിക്കാൻ വിദ്യാർത്ഥികളാണെന്നുള്ള ധാരണയുണ്ട്. മൈനർ ഡയമീറ്റർ 60 ഉണ്ട്. അവയെ 12 വിഭജിച്ചു. ഞാൻ പറഞ്ഞ പ്രകാരം മേജർ ഡയമീറ്ററിലെ റൗണ്ടിൽ നിന്ന് വൃത്തത്തിനുള്ളിലേക്ക് ലംബമായിട്ട് ലൈനുകൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനർ ഡയമീറ്റർ ചെറിയ റൗണ്ട്, ചെറിയ വൃത്തത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കേണ്ടത്, മുമ്പ് ലംബമായിട്ടാണ് വരച്ചതെങ്കിൽ ഇനി വരയ്ക്കേണ്ടത് തിരശ്ചീനമായിട്ടാണ്, ഹൊറിസോണ്ടലായിട്ടാണ്. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഇതിൽ വന്ന് കൂട്ടിമുട്ടും. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് വരയ്ക്കുമ്പോൾ ഇതിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഉള്ളിലുള്ള വൃത്തത്തിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ വരയ്ക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാരണം ഇവിടെയുള്ള നമുക്ക് ലംബമായ ലൈനിനെ കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടുത്തെ ലംബമായ ലൈനും കൂട്ടിമുട്ടിക്കാൻ ലഘു വൃത്തത്തിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഇവിടം വരെ വരയ്ക്കണം. ഇവിടുത്തെ വലിയ വൃത്തത്തിൽ നിന്നുള്ള ലംബമായ ലൈനിലേക്ക് തിരശ്ചീന ലൈൻ കൂട്ടിമുട്ടിക്കുമ്പോൾ ഇത്രത്തോളം വരയ്ക്കണം. ഇവിടെ വലിയ വൃത്തത്തിലെ ലംബമായ ലൈനിൽ നിന്ന് ചെറിയ വൃത്തത്തിൽ നിന്ന് കൂട്ടിമുട്ടിക്കാൻ ഒട്ടും ദൂരം സഞ്ചരിക്കേണ്ടതില്ല. ആ പോയിന്റ് തന്നെ ഒട്ടും ദൂരം സഞ്ചരിക്കേണ്ടതില്ല. അപ്പോൾ ഇനി അടുത്ത ഞാൻ കാണിക്കുന്നത് ഈ മൈനർ ഡയമീറ്ററിലൂടെ മൈനർ റൗണ്ടിൽ നിന്ന്, ചെറിയ റൗണ്ടിൽ നിന്ന് തിരശ്ചീനമായിട്ട് നമ്മൾ വരച്ചിരിക്കുകയാണ്. ചെറിയ റൗണ്ടിൽ നിന്ന് തിരശ്ചീനമായി വരച്ചിട്ടുണ്ട്. ചെറിയ റൗണ്ടിൽ നിന്ന് തിരശ്ചീനമായിട്ട് അങ്ങനെ 12 ലൈനിൽ നിന്നും വരച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒട്ടും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, കൂട്ടിമുട്ടി കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ തിരശ്ചീനമായിട്ട് വരച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മേജർ ഡയമീറ്ററിൽ നിന്ന് വരയ്ക്കുമ്പോൾ വൃത്തത്തിനുള്ളിലേക്ക് ലംബമായ ലൈനുകൾ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യവും പറയുന്നത് തിരശ്ചീനമായ ലൈനുകൾ ചെറിയ റൗണ്ടിൽ നിന്ന് വരയ്ക്കുമ്പോൾ വൃത്തത്തിന് പുറത്തേക്ക്, ചെറിയ വൃത്തത്തിന് പുറത്തേക്ക്, ചെറിയ വൃത്തത്തിന് പുറത്തേക്ക്, ഇവിടെയും ചെറിയ വൃത്തത്തിന് പുറത്തേക്ക്,
അത് കൂട്ടിമുട്ടുന്നത് എവിടെയാ? റൗണ്ടിന്റെ അവസാന ഭാഗം. അവിടെ അതുകൊണ്ട് തന്നെ ഒരു ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ലാതെ വന്നു. ഇവിടെ നിന്നും ഇതും 12 പോയിന്റിലെ ഒരു പോയിന്റാണ്. ഇതിൽ നിന്ന് മേജർ ഡയമീറ്ററാണ്, വലിയ വൃത്തമാണ്. ഇവിടെ നിന്ന് നമ്മൾ ലംബമായിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത്. അത് വൃത്തത്തിനുള്ളിലേക്കാണ്. വൃത്തത്തിനുള്ളിലേക്ക് വരയ്ക്കാൻ ഇവിടുന്ന് പറ്റില്ല. ലംബമായ ലൈൻ പുറത്തോട്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് അത് തന്നെ പോയിന്റ്. ഇവിടെയുള്ള ലംബമായ ലൈനുകൾക്ക് ഇത്രയും നീളമുണ്ടെങ്കിൽ ഇവിടെയുള്ള ലംബമായ ഒരു ലൈൻ ഉണ്ട്. അതിന് നീളം എത്രയാണ്? 0 നീളം. ഒട്ടും മുന്നോട്ടോ പിന്നോട്ടോ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ നമ്മൾ വലിയ വൃത്തത്തിൽ നിന്ന് വലിയ വൃത്തത്തിനുള്ളിലേക്ക് ലംബമായ ലൈനുകൾ വരച്ചു. ചെറിയ വൃത്തത്തിൽ നിന്ന് ചെറിയ വൃത്തത്തിന്റെ പുറത്തേക്ക് തിരശ്ചീനമായ ലൈനുകൾ വരച്ചു. തിരശ്ചീനമായ ലൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തിരശ്ചീനമായ ലൈൻ ചെറിയ വൃത്തത്തിന് പുറത്തേക്ക് എടുക്കാൻ ഈ ഡയറക്ഷനിൽ വലതുവശത്തേക്ക് വരയ്ക്കേണ്ടി വരുന്നു. അപ്പോ അവ തമ്മിൽ കൂട്ടിമുട്ടി. വലിയ വൃത്തത്തിൽ നിന്നുള്ള ലംബമായ ലൈനും ആ ലൈനിലെ ചെറിയ വൃത്തത്തിൽ നിന്നുള്ള തിരശ്ചീനമായ ലൈനും ഇവിടെ കൂട്ടിമുട്ടി. അപ്പോൾ ഓരോ കൂട്ടിമുട്ടിയ പോയിന്റിനും ഓരോ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ 2, 3, 4, 5, 6 അങ്ങനെ 12 വരെ എത്തി. പിന്നീട് 1ലേക്ക് യോജിപ്പിക്കുമ്പോൾ ഫ്രഞ്ച് കർവ്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംവിധാനത്തിലൂടെ യോജിപ്പിക്കുമ്പോൾ ഒരു എലിപ്സ് ആകൃതിയായി, അണ്ഡാകൃതിയായി. ഞാനിത് കൈകൊണ്ട് വരച്ചത് കൊണ്ടാണ് കൃത്യമായിട്ട് അത് തോന്നൽ വരാത്തത്. യഥാർത്ഥത്തിൽ ഈ 1, 2, 3, 4 മുതലുള്ള ഇതിന്റെ ആകൃതി എലിപ്സ് ആകൃതിയായി മാറിയിരിക്കുന്നു. നോക്കുക, വലിയ വൃത്തത്തിൽ നിന്നുള്ള ലംബമായ ലൈനുകളും ആ വലിയ വൃത്തം വരയ്ക്കാൻ നിന്ന് 12 ഭാഗിച്ച ലൈൻ മേജർ ഡയമീറ്ററിൽ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്നുള്ള തിരശ്ചീനമായ ലൈനും ഏത് പോയിന്റ് വരുന്നു അവ ചേർത്താണ് നമ്മൾ എലിപ്സിന്റെ ലൈനുകൾ നേടിയെടുത്തത്. അവ കൊണ്ട് നമ്മൾ എലിപ്സ് വരച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു രീതി ഞാൻ പഠിപ്പിച്ചു. അടുത്ത എപ്പിസോഡിൽ എലിപ്സ് വരക്കാൻ ലോകത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് പഠിപ്പിച്ച എലിപ്സ് ശാസ്ത്രീയമായിട്ട് യഥാർത്ഥ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു തന്നു. ഒരു സിലിണ്ടറിന്റെ കാര്യം പറഞ്ഞു. സിലിണ്ടറിനെ വിഭജിച്ചാൽ, ഒരു ചരിവിൽ വിഭജിച്ചാൽ ആ ചരിവിന്റെ ലൈനിൽ നിന്ന് 90 ഡിഗ്രി മാറി നിന്നുകൊണ്ട് കാണപ്പെടുന്ന ദൃശ്യം ഒരു അണ്ഡാകൃതിയായിരിക്കും. അതാണ് യഥാർത്ഥ അണ്ഡാകൃതി എന്ന് ഞാൻ പറഞ്ഞു തന്നു. എലിപ്സ് എന്ന് പറഞ്ഞു തന്നു. ആ എലിപ്സുമായി, ആ അണ്ഡാകൃതിയുമായി ഈ നമ്മളിപ്പോൾ വരച്ച സിസ്റ്റത്തിലെ എലിപ്സ് യോജിക്കുന്നുവോ അതോ ഒരു ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ പഠനമാണ് അടുത്ത എപ്പിസോഡിൽ. എവർക്കും അതുവരേക്കും നന്ദി, നമസ്കാരം.